ഒന്നാം നൂറ്റാണ്ടിൽ രക്ഷയും സ്നാനവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ഒന്നിച്ച് നടന്നിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത വിശ്വാസികളായി ഒരു കൂട്ടർ ഇന്ന് സഭകളിൽ കാണുന്നത് പോലെ അന്ന് ഉണ്ടായിരുന്നില്ല. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർ സ്നാനപ്പെട്ടിരിക്കും. പെന്തക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് വിശ്വസിച്ചവർ 3000 പേർ അന്ന് തന്നെ സ്നാനപ്പെട്ടു. പീലിപ്പോസിൻ്റെ പ്രസംഗം കേട്ട് വിശ്വസിച്ച ഉടനെ ശമര്യക്കാർ സ്നാനപ്പെട്ടു. അതുപോലെ വിശ്വസിച്ച ഉടനെ ഷണ്ഡനും സ്നാനപ്പെട്ടു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മർക്കോസ് 16:16. രക്ഷിക്കപ്പെട്ടവർ ഏത് പ്രായത്തിലുള്ളവരായിരുന്നാലും അവർക്ക് അപ്പോൾ തന്നെ സ്നാനപ്പെട്ട് പ്രാദേശിക സഭയുടെ അംഗമാകാം. രക്ഷിക്കപ്പെടുക എന്നത് ദൈവത്തോട് രഹസ്യമായി ചെയ്യുന്ന ഉടമ്പടിയും പരസ്യമായ സ്നാനം പ്രാദേശിക സഭയുടെ അംഗീകാരം ലഭിക്കുന്ന പ്രവൃത്തിയുമാണ്. ഇത് രണ്ടും ഒന്നിച്ച് നടക്കണം. അതാണ് ഒന്നാം നൂറ്റാണ്ടിലെ രീതി. സഭകളിൽ നടക്കുന്ന ഇന്നത്തെ രീതിക്ക് ഒരു മാറ്റം ആവശ്യമാണ്.